ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ എന്താ പറയുക ലാസ്റ്റ് ഡേ ആണ്. ഞാൻ കുറച്ച് വിഷമത്തിലാണ്, കാരണം ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ മഴ ചോദിച്ചെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ലാസ്റ്റ് ഡേ ആകുമ്പോൾ എനിക്ക് കുറച്ച് വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഭയങ്കര ബ്ലോക്കായിരുന്നു എത്താൻ. പിന്നെ ഞങ്ങൾ കുറച്ചെന്നല്ല കുറേ നേരത്തെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ശരിയല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്താ പറയുക അവിടെ B2C അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് നിൽക്കേണ്ടത് ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നിന്ന സ്ഥലം കറക്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ഞങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറേ സമയം അതിന് പോയി. പക്ഷേ ട്രെയിൻ കറക്റ്റ് സമയത്ത് എത്തി. പിന്നെ അവർ ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുത്തു. ഈ കാണിക്കുന്നത് ഞങ്ങളുടെ ട്രെയിനല്ല കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു സ്ഥലത്തിരുന്നു. സ്ഥലം കിട്ടിയില്ല, സ്ഥലം കിട്ടിയിരുന്നു. ട്രെയിൻ വന്നിട്ടില്ല. ടൈം ഇപ്പോൾ 1:20 നമുക്ക് ട്രെയിൻ 2:20 ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗായ്സ്, നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ അറിയില്ല. അറിയാം, പക്ഷേ ഉറപ്പില്ല. മാറും പ്ലാറ്റ്ഫോം നോക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അറിയില്ല. സോള ഞാൻ ആവശ്യം നമുക്ക് നോക്കാം. ഞങ്ങളുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ മാത്രമേ ഇല്ല, വേറെ എല്ലാ ട്രെയിനും. അതാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം. ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടില്ല. അതിന് കുറച്ച് നേരം കൂടെ ഉണ്ട്. 1:23 ഇപ്പോൾ. 1:23 എന്ന് പറയുമ്പോൾ 2:30 നമ്മുടെ ട്രെയിൻ. 1 മണിക്കൂറോളം ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ അറിയില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒന്നും അറിയില്ല, നോക്കാം. സോ ഗായ്സ്, നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് ക്ലീൻ ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞൊരു വാർത്ത. റെയിൽവേ സ്റ്റേഷൻ ക്രൗഡായതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നതും ഒന്നും ഈ വീഡിയോയിൽ കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ വോയിസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗൈസ്, ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഒന്നും അറിയില്ല, ചിലപ്പോൾ അങ്ങോട്ട് മാറുന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ വന്നിരുന്ന പ്ലാറ്റ്ഫോം കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ മെല്ലെ ആളുകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. സമയം 1:36. വന്ദേ ഭാരത് തീർച്ചയാണ്. സോ ഗായ്സ്, ഞങ്ങൾക്ക് വന്ദേ ഭാരതിലാണ് പാർട്ടിയാണ്. അപ്പോൾ ട്രെയിനിട്ട് കളിച്ചു. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കയറിയത് ബാംഗ്ലൂർ കൻ്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ്. പിന്നെ എന്താ പറയുക, ഇതിൽ പോകുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സീറ്റിൻ്റെ ഇടയിൽ മറ്റേ ചാർജിങ് സോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ട്രെയിൻ എടുക്കുമ്പോഴും സ്പീഡായി പോകുമ്പോഴും ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ശരിക്കും ബസ്സിൻ്റെ ആയിരുന്നു. പിന്നെ ഞാനത് എടുത്തു. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു സീറ്റുകൾ, കാരണം ശരിക്കും ഒരു ഡൈനിങ് ടേബിൾ പോലത്തെ ഒരു ടേബിളൊക്കെ കിട്ടി. കറക്റ്റ് സെൻറ്ററിലായിരുന്നു തോന്നുന്നു ആ ബോഗിയുടെ. കറക്റ്റ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇരുന്നത് ട്രെയിൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയിട്ടാണ്. സോ ഞങ്ങൾക്ക് എന്താ പറയുക കാഴ്ചകളൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്ന പോലെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഞങ്ങൾ 4 പേരിലും ഒരേ റോ ആണ്. പക്ഷേ ഒരു റോയിൽ 3 പേരും ബാക്കി ഒരാൾ അപ്പുറത്തുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഫസ്റ്റിൽ ഞങ്ങൾ വിചാരിച്ചത് ഉച്ചക്കത്തെ ഫുഡായിരിക്കും കിട്ടാനാണ്. പക്ഷേ രാത്രിയായിരുന്നു. അപ്പോൾ ഞാൻ വിശന്നിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും വന്ദേ ഭാരതിൽ തന്നെ സ്നാക്സ് കുറേ കിട്ടി. അതിൻ്റെ വീഡിയോ ഇതിൽ തന്നെയുണ്ട്.
പിന്നെ കഴിച്ച് ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെ എന്താ പറയുക ആഫ്റ്റർനൂൺ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റിയ നോക്കിയപ്പോൾ ഈ ട്രെയിനിന് ആകെ ലിമിറ്റഡ് സ്റ്റോപ്സ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതിലേക്ക് ഫുഡ് ഡെലിവറിയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക പെട്ട അവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ സ്നാക്സുള്ള കാര്യം നമുക്ക് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്നാക്സിൻ്റെ കളിയായിരുന്നു. വന്ദേ ഭാരതിൽ കുറേ സ്നാക്സ് കിട്ടി. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സ് ഉണ്ടായിരുന്നു, അത് കഴിച്ച് വയറായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മിസ്റ്റേക്ക് ആയിരുന്നു, കാരണം കഴിച്ചിട്ടായിരുന്നു കയറേണ്ടത്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഇത് ഒരു കാരമൽ പോപ്കോണാണ്, ഇത് കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് കോഫി മിക്സാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ കോഫി ആവും. പിന്നെ ഒരു മാസ കിട്ടി, പിന്നെ ഒരു ക്ലീനിങ് ടിഷ്യൂയും പിന്നെ ഒരു കെച്ചപ്പും കിട്ടി. കെച്ചപ്പ് എന്തിനാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല. പിന്നെ അവർ എന്താ പറയുക ഒരു സ്നാക്സ് കൊണ്ട് തന്നു. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ ഇതിൽ ചിവ്ദാന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേതൊരു സ്വീറ്റ്സാണ്, അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് തന്നു. പിന്നെ അതിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചൂടുവെള്ളവും കൊണ്ട് തന്നു. അത് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. പിന്നെ പോകുമ്പോൾ ഫുള്ള് നാട്ടിൻപുറ കാഴ്ചകളായിരുന്നു ഗൈസ്. അപ്പോൾ അവർ ചൂടുവെള്ളം ഒഴിച്ച് തന്നു. നമുക്കിനി ആ കോഫി മിക്സുകൾ പൊട്ടിച്ചിടണം. ഇതാണോ, ഇത് ആ കളറിലാണ് ഇരിക്കുക കേട്ടോ. പിന്നെ അതിൽ തന്നെ ഷുഗർ ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നോർമൽ കോഫിയുടെ അത്ര ഒന്നും വരില്ലെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി ആയതുകൊണ്ട് തന്നെ ആ പൊടി ഇത്തിരി എന്തോ വൈറ്റ് കളറായിട്ട് മേലെന്തോ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഒരു ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് പറയുമ്പോൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പോൾ ധർമ്മപുരി എത്തി നമ്മൾ. ടൈം ഇതിൽ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. പിന്നെ അടിപൊളി നല്ല കാഴ്ചയായിരുന്നു. കുറച്ച് പോകുമ്പോൾ തന്നെ ഞാൻ പറയില്ല, ഞങ്ങൾ ഇരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡായിരുന്നു എന്ന്. പക്ഷെ കുഴപ്പമില്ല, ഫസ്റ്റ് എടുക്കുമ്പോൾ എനിക്കെന്തോ തോന്നി, പിന്നെ എനിക്കൊന്നും തോന്നിയില്ല. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ലിമിറ്റഡ് സ്റ്റേഷൻസാണുള്ളത്, ആകെ 5 or 6 സ്റ്റേഷനേ ഉള്ളൂ. അതിൽ ലാസ്റ്റ് സ്റ്റേഷനാണ് കോയമ്പത്തൂർ. ഞങ്ങൾ അവിടെയാണ് ഇറങ്ങുന്നത് കേട്ടോ. പോകുന്ന വഴിയിൽ നല്ല മൗണ്ടെയിൻസും പിന്നെ കുറേ വീടുകൾ, ഭയങ്കര എന്താ പറയുക നേച്ചറുടെ ബ്യൂട്ടീസാണ് ഇതിൽ പോകുമ്പോൾ കണ്ടത്. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും ഒന്നും അറിയേണ്ടതില്ല, ചുമ്മാ എന്താ ഒരു റൂമിൽ എങ്ങനെ ഇരിക്കുക അതുപോലെ ഉള്ളൂ. നമുക്ക് എന്താ പറയുക ട്രെയിൻ മൂവിങ് ആണ്, പുറത്ത് നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ചുമ്മാ എന്താ പറയുക ഒരു നോർമൽ മൂവിങ് അല്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടാവുക. സോ നൈറ്റ് ആയപ്പോൾ എനിക്കത് മൂവിങ് ആണെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. നോർമലി അതിന് ചെറിയൊരു സൗണ്ട് ഉണ്ട്, പക്ഷേ സാധാ ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ അപാര സൗണ്ടായിരിക്കും, അതൊന്നുമില്ല. പിന്നെ ഭയങ്കര ഷെയ്ക്കിങ് ഇല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടക്കാം. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു വന്ദേ ഭാരത്. സോ എങ്ങനെ ഇരിക്കും എക്സ്പീരിയൻസ് ഒന്നും അറിയേണ്ടതില്ല. നോർമൽ ട്രെയിനിനേക്കാളും നല്ല സർവീസ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ ടിക്കറ്റ് ചാർജും കൊടുക്കേണ്ടി വരും. പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് എത്തുക, കാരണം മറ്റുള്ള ട്രെയിൻസൊക്കെ 7 to 8 hours ഒക്കെ എടുക്കുന്നതാണ് ഞാൻ കേട്ടത്. ഇതൊരു 6 hours എടുത്തു തോന്നി. ഇത് ഞങ്ങൾ വീഡിയോ എടുത്ത് വീടെത്തി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വോയിസ് എടുക്കുന്നത്. സോ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ നൈറ്റ് ആയപ്പോൾ ഒന്നും പുറത്തേക്ക് കാണുന്നുമില്ല, മൂവിങ് അല്ലാത്തൊരു സ്ഥലത്തിരിക്കുന്ന പോലെ ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് വന്ദേ ഭാരത്. നോർമൽ ട്രെയിനിൽ കയറിയിട്ട് വന്ദേ ഭാരതിൽ കയറുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് എന്തായാലും അറിയാൻ പറ്റും.
വെജാണ് ഓർഡർ ചെയ്തതെന്ന് മാത്രം അറിയാം. ഇതെൻ്റെ നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെയുള്ള ആൾക്കാരുടെ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ആൾക്കാർക്ക് വന്നിട്ടില്ല, ഇങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്താ ലഞ്ച് ഹൈജീനിക്കലി പാക്ക്. ഇത് ഇനി നമുക്ക് ഇത് കേർഡാണ്, അത് കഴിക്കണ്ട. ഇതെന്തോ കറിയാണ് കിട്ടി. നമുക്ക് അച്ചാർ നിങ്ങളെല്ലാം തുറന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഗൈസ് തുറന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാനങ്ങനെ കഴിച്ചു, പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മൾ എത്താറായി ഗൈസ്. നെക്സ്റ്റ് സ്റ്റേഷൻ നമ്മുടെ സ്റ്റേഷനാണ്. ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഗായ്സ് നമ്മൾ കോയമ്പത്തൂരെത്തി. അതായത് കോയമ്പത്തൂർ എത്താറായി എന്നാണ് അവർ കാണിക്കുന്നത്. അത് മെല്ലെ സ്പീഡ് കുറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അത് നിന്നത്. കോയമ്പത്തൂർ കാണിച്ചാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിന്നു, പിന്നെ കുറച്ച് നേരം നിർത്തിയിട്ടു. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റേഷനെത്തി, എല്ലാവരും ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റായി, ക്യൂ ഒക്കെ നിന്നിട്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു വയസ്സായ അമ്മൂമ്മ ഉണ്ടായിരുന്നു. സോ അവരിനെ ഇറക്കി വിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ചെറിയൊരു മനോഹരമായി എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു ടാക്സി, ഞങ്ങൾ ബാംഗ്ലൂരിൽ ഊബറായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് റെഡ് ടാക്സി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ടാക്സി പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഊബർ തന്നെ യൂസ് ചെയ്തു. അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഊബർ ബുക്ക് ചെയ്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ്.